അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ അന്നത്തെ ദിവസം രാവിലെ ഞാൻ ചായക്കുള്ള പാലും വെള്ളവും പാലും വെള്ളവും കൂടിയിട്ട് അടുപ്പത്ത് വെച്ചതാണ്. എന്നേരം ഒന്ന് മനസ്സിലായ പാല് പോയിട്ടുണ്ട്, പാലെല്ലാം പിരിഞ്ഞിട്ട് തൈരായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് മറിച്ചിട്ട് കളയലാണ്. ഞാൻ തലേ ദിവസം വാങ്ങിയതാണ്. ഡേറ്റ് നോക്കാൻ വിട്ടുപോയിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് വരെ ഉള്ളൂ പാലിൻ്റെ ഡേറ്റ്. അപ്പോൾ പാലെല്ലാം വാങ്ങുമ്പോൾ ഉപ്പും ഡേറ്റ് നോക്കണം. ഞാൻ അധികം മറന്നു നോക്കാം. ഇനിയിപ്പോൾ ഇതാ പാല് വാങ്ങാൻ ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാനിതാ പത്തിരിപ്പൊടി പത്തിലാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. പത്തിലും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതാ പത്തിരിപ്പൊടി കുഴച്ചെടുക്കലാണ്. പത്തിരിപ്പൊടിയെല്ലാം തീർന്നിട്ടുണ്ട്. ഇൻഷാല്ലാ പൊടിപ്പിച്ചെടുക്കണം. ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റുന്ന പത്തിരിപ്പൊടിയാണ് കേട്ടോ. ആ ഒരു ടൈമിൽ ഞാനിതാ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബീഫലിൽ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും എല്ലാം കട്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ബീഫ് കറീൻ്റെ എല്ലാം റെസിപ്പി ഒരുപാട് പ്രാവശ്യം ഞാൻ കാണിച്ചുകൊണ്ട് തന്നെ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതാ വെളിച്ചെണ്ണ ചൂടായരിയിൽ 3 ഉള്ളി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഉള്ളിയൊന്ന് വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഒരു ബൾബ് വെളുത്തുള്ളിയും, വലുതാണെങ്കിൽ ഒരു ബൾബ് വെളുത്തുള്ളിയും 3 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും 2 പച്ചമുളകും ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 5 തക്കാളി വേണം കേട്ടോ. ഞാനിപ്പോൾ ഇതാ പത്തിലും കൂടി ചുട്ടെടുക്കാൻ പോലാണ്. നമ്മൾ കണ്ണൂർ ഈ ഒരു ഭാഗത്തിലെ ഈ പത്തിലി ചുടൽ, രാവിലെ തന്നെ പത്തിലി, ദോശ ഇങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. ദോശ എന്ന് പറയുമ്പം പച്ചരിയും ചോറും കൂട്ടിയിട്ട് ഉണ്ടാക്കുന്ന ദോശയില്ലേ, അതെല്ലാം ഒന്നിട്ടാ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ്. നമ്മൾ ഈ ഭാഗത്ത് ഇഡ്ഡലി, മസാല ദോശ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമല്ല രാവിലെ ഉണ്ടാക്കൽ. അധികം ഇങ്ങനത്തെ പത്തിലുണ്ടാവും. എല്ലാന്നുണ്ടെങ്കിലും മറ്റേ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചരി വെച്ചിട്ടുള്ള ദോശയില്ലേ അതുണ്ടാവും. പിന്നെ ഗ്രീൻ പീസ് കറി, ചിക്കൻ കറി, ബീഫ് കറി അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ ഉണ്ടായാൽ. മസാല ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഐറ്റംസിലെ എപ്പോഴെങ്കിലും ഒരിക്കൽ അങ്ങനെ ഉണ്ടാക്കലാണ്. ഇതാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നൽ. കാരണം പത്തിരിയെല്ലാം പത്തിരിയെല്ലാം ആകുമ്പോൾ നമ്മൾ പത്തിരി എന്ന് പറയില്ല, പത്തലെന്നാന്ന് പറയല്. പത്തലെല്ലാം ആകുമ്പോൾ പച്ചവെള്ളത്തിലേക്ക് വച്ചിട്ട് വേഗം ചുട്ടെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പച്ചരി വെച്ചിട്ടുള്ള ദോശയും തലേദിവസം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ കുറച്ച് ചോറും കൂട്ടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചിട്ട് അരച്ചിട്ട് ദോശയായിട്ട് ചുട്ടെടുക്കാനും കഴിയും. അതിലൊന്നാട്ടോ നമുക്ക് ഈ ഭാഗത്ത് ഭയങ്കര ഈസി ആയിട്ട് തോന്നൽ. പത്തിൽ ചില ദിവസങ്ങളിൽ തേങ്ങാപ്പാൽ നല്ല കട്ടിക്ക് തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ മുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാലും അങ്ങനെയും ഉണ്ടാക്കലുണ്ട്. പിന്നെ പുട്ട്, ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഉണ്ടാക്കുന്ന ഐറ്റംസ്. പിന്നെ മറ്റുള്ളതെല്ലാം ഇങ്ങനെ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ 10 ഓരോന്നായിട്ട് ഇതുപോലെ ചുട്ടെടുക്കലാണ്. ഇനിയിപ്പം കുട്ടികൾക്കെല്ലാം സ്കൂളെല്ലാം തുറന്നില്ലേ, അപ്പോൾ എല്ലാ ഉമ്മമാരും ടെൻഷനാണ്. കുട്ടികളുടെ ടിഫിൻ ബോക്സിലേക്ക് എന്താ കൊടുക്കുക, അവർക്ക് വൈകുന്നേരം എന്താ കൊടുക്കുക, രാവിലെ എണീച്ചിട്ട് ഫുഡ് ഉണ്ടാക്കണ്ടേ. ചില ആളെങ്കിലും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. രാവിലെ എണീച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന മടിയും കാര്യങ്ങളെല്ലാം. പിന്നെ മടി മാറാനുള്ള ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ തലേദിവസം തന്നെയല്ലേ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുന്ന ഐറ്റംസ് യൂണിഫോം അയൺ ചെയ്ത് വെക്കുക, ടിഫിൻ ബോക്സെല്ലാം കഴുകി റെഡിയാക്കി വെക്കുക. പിന്നെന്താ
എന്തെങ്കിലും വെജീസ് എല്ലാം കട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തലേ ദിവസം തന്നെ ചെയ്തു വെച്ച് കഴിഞ്ഞാലില്ലേ രാവിലെ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. ചിക്കന് കഴുകി വെക്കാനുണ്ടെങ്കിൽ ചിക്കനെല്ലാം കഴുകി വെക്കുക. പിന്നെ കിച്ചണ് മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ട് മാത്രം കിടന്നുറങ്ങാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തലേദിവസം തന്നെ ഒരു പ്ലാനിങ്ങോടുകൂടി കിടന്നുറങ്ങിക്കഴിഞ്ഞാലേ പിറ്റേ ദിവസം നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നും. പിന്നെ രാവിലെ എണീക്കാൻ ശ്രമിക്കുക കേട്ടോ. തലേദിവസം നമ്മൾ നേരത്തെ കിടന്നുറങ്ങിയാൽ മാത്രമേ നമുക്ക് രാവിലെ നല്ലൊരു എനർജറ്റിക് ആയിട്ട് എന്താ പറയുക നല്ല ഉന്മേഷത്തോടുകൂടി നമുക്ക് എണീക്കാൻ പറ്റും. അപ്പം തലേദിവസം ഒരു 9 മണിയാകുമ്പോൾ തന്നെ നമ്മൾ കിടക്കയിലെത്തുക. 10 മണിയാകുമ്പോൾ ഉറങ്ങാൻ ശ്രമിക്കുക. ആദ്യമൊന്നും കയ്യൊന്നും ചെയ്യില്ല. നമ്മളൊരു 21 ദിവസം ഒരു 2 ആഴ്ച 3 ആഴ്ചയെല്ലാം ശ്രമിക്കുമ്പോൾ പിന്നെ തന്നാലെ നമുക്ക് ആ ഒരു ശീലം വന്നോളൂ. ഇതിപ്പം സ്കൂളെല്ലാം പൂട്ടിയോണ്ട് തന്നെ എല്ലാവരും കിടന്നുറങ്ങാനെല്ലാം ടൈമെല്ലാം കുറേ ആവും. 12 മണിക്ക് ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവും. അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര മടിയായിരിക്കും. ക്ഷീണവും തളർച്ചയും കാര്യങ്ങളെല്ലാം ആയിരിക്കും. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം നേരത്തെ തന്നെ ഉറങ്ങുക. രാവിലെ അലാറം വെച്ചിട്ട് എണീക്കുന്നവരാണെങ്കിൽ രാവിലെ സുബീൻ്റെ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ തഹജൂദിൻ്റെ എല്ലാം ടൈം എണീക്കൽ ഭയങ്കര ഒരു കരിഷ്മാറ്റിക് എനർജി ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് വരുന്ന ഒരു ടൈമാണത്. ആ ഒരു ടൈമിൽ നമ്മൾ പണിയെടുക്കുകയാണെങ്കിൽ ഭയങ്കര സ്പീഡായിട്ട് നമ്മളെ ജോലികൾ എന്താ പറയുക നമ്മളെ ജോലികൾ മൊത്തത്തിൽ തീരും. അപ്പോൾ മാക്സിമം രാവിലെ എണീക്കാൻ നോക്കുക. രാവിലെ എണീച്ചാൽ തന്നെ ഒരു 7-8 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ പണികളും തീരും കേട്ടോ. പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഉച്ചക്കേക്കുള്ള ഫുഡ് അടക്കം നമുക്ക് ഉണ്ടാക്കി കഴിയാൻ കഴിയും. എന്താ പറയുക ഉണ്ടാക്കി തീർക്കാൻ കഴിയും. പിന്നെ പണി കൂടുതലാണെന്നുള്ള ഒരു ടെൻഷനൊന്നും നമുക്ക് വേണ്ടി വരില്ല. പിന്നെ നമുക്ക് മെയിനായിട്ട് മടി പിടിക്കാൻ കാര്യം നമ്മൾ ഉറക്ക് ശരിയാവത്തോണ്ട് തന്നെയാണ്. അതുകൊണ്ട് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഉറക്ക് കറക്റ്റാക്കി മാറ്റാം. എന്താ പറയുക തലേദിവസം നേരത്തെ ഉറങ്ങുക, രാവിലെ നേരത്തെ എണീക്കുക. എന്നിട്ട് എന്താ പറയുക നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളും വെള്ളം കുടിക്കലും നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക. എന്നിട്ട് കിച്ചണിലേക്ക് പോയി ഫുഡ് ഉണ്ടാക്കുക. പിന്നെ ക്ലീനിങ്ങിൻ്റെ പണികൾ ചെയ്യുക. എല്ലാം ആകുമ്പോൾ ഒരു 8 മണിയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ പണികളും തീർന്ന് നമുക്കൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും. മടി പിടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ആ ഡേ മൊത്തത്തിൽ മടിയായിരിക്കും. കുട്ടികൾക്കൊന്നും ടിഫിനിൽ കൊണ്ടുപോയിട്ടുണ്ടാവില്ല കാര്യമായിട്ട്. കുട്ടികൾ വന്നാലും പണി തീരില്ല. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക അന്നത്തെ ദിവസം കോളായിട്ട് മാറും, അലങ്കോലായിട്ട് മാറും. അതിലും നല്ലത് നമ്മുടെ ലൈഫിൽ ചിട്ട വരുത്തുക. ഓരോരോ കാര്യങ്ങൾ ഇന്ന സമയത്ത് തീർക്കുക എന്നുള്ള ഒരു ചിട്ട വരുത്തുക. ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാനെല്ലാം ഒരു 1/2 മണിക്കൂറെല്ലാം മതിയായിട്ടാ. പിന്നെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ കുട്ടികളെടുത്ത കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുക. കുട്ടികളെ സ്കൂൾ വിട്ടിട്ട് വന്നപാട് കുട്ടികളോട് കുളിക്കാൻ പറയുക. എന്നിട്ട് എന്താ പറയുക ഫുഡ് കൊടുക്കുക. അങ്ങനെ ഓരോരോ കാര്യത്തിലും ഓരോ ചിട്ട കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ പണികൾ ഈസി ആയിട്ട് മാറും. സ്കൂൾ തുറക്കുമ്പം തന്നെ അധികം ഉമ്മമാർക്കും ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലെല്ലാം ഭയങ്കര പേടിയാണ്. ഒരു 5 മിനിറ്റ് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ തന്നെയല്ലേ നമുക്ക് നമ്മളെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. നമ്മൾ വിചാരിക്കണം നമ്മുടെ കുട്ടികൾക്ക് നല്ല ഫുഡ് കൊടുക്കണം എന്ന് വിചാരിക്കണം. എന്നാൽ അത്രേ കഴിയും. ഇല്ലയെന്നുണ്ടെങ്കിൽ മടി പിടിക്കുകയാണെങ്കിലേ സത്യം പറഞ്ഞാൽ പാവം കുട്ടികൾ രാവിലെ ഫുഡ് കഴിക്കാണ്ട് പോകും. ഉച്ചയ്ക്ക് എന്തെങ്കിലും നമ്മൾ കാട്ടിക്കൂട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അതവർ തണിഞ്ഞ ടിഫിൽ നിന്ന് വാരിക്കഴിച്ച് പിന്നെ വൈകുന്നേരം വന്ന് ക്ഷീണത്തോടെ കുളിക്കാണ്ടും മാറ്റാണ്ടും ടിവിൻ്റെ മുമ്പിലിരിക്കുക. അങ്ങനത്തെ അധികം വീടുകളിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു അലസമായ ജീവിത രീതി മാറ്റിയിട്ട് നമ്മളെ കുട്ടികളൊരു നല്ലൊരു ലൈഫ് സ്റ്റൈല് എന്താ പറയുക ഓരോ കാര്യത്തിലും നമ്മൾ കുട്ടികൾക്കൊരു ചിട്ട കാണിച്ചു കൊടുത്തതിനാലേ അവരെ പഠന കാര്യത്തിലായാലും അല്ലാന്നുണ്ടെങ്കിൽ അവർ വലുതായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫ് ലോങ് അവരെ ജീവിതകാലം മുഴുവനും ആ ഒരു പോസിറ്റീവ് നമ്മൾ കൊടുത്ത ആ ഒരു നല്ലൊരു മെസ്സേജ് അവർ ജീവിതത്തിൽ പുലർത്തും കേട്ടോ. അതിനു വേണ്ടിക്ക് നമ്മൾ പാരൻസ് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മുടെ മടി മാറ്റുക എന്നത് മാത്രമാണ്. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ ബീഫ് കറിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. കാര്യം ഒരുപാട് പ്രാവശ്യം ബീഫ് കറിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു ഇർഫാന ഷംഷീർ ബീഫ് കറി റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എനിക്ക് ആകാരം കുറച്ച് പ്രൊഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്, കുറച്ച് കുക്ക് വെയർ സെറ്റ് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ.
അതെല്ലാം ഒന്ന് പാക്കെല്ലാം കഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വേണ്ടി എന്താ പറയുക കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അടിപൊളി സെറ്റാണ് കേട്ടോ. ഞാനിത് മൊത്തത്തിൽ ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അഗാരോൻ്റെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് മുന്നേയും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഞാൻ എന്തും വിശ്വസിച്ചിട്ട് വാങ്ങൽ ഇവരെ തന്നെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ പറയുക, വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റായിട്ട് തോന്നലുണ്ട്. ഒരു എഗ് ബീറ്ററും പിന്നെന്താ വാക്വം ക്ലീനറും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോസിൽ. ഇപ്പം ഒരു കുക്ക് വെയർ സെറ്റ് അവർ അയച്ചു തരാമെന്ന് പറഞ്ഞേരം ഞാൻ നോക്കട്ടെ, എനിക്ക് കുഴപ്പമില്ല വീഡിയോ ചെയ്യാൻ വേണ്ടിക്ക്. കാരണം എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉണ്ടാവും എന്ന് എനിക്ക് എന്തായാലും ഉറപ്പുണ്ട്. ഇതുവരെ ഞാൻ അവരെ പാത്രങ്ങളിൽ എന്താ പറയുക അവരെ ഓരോരോ പ്രൊഡക്റ്റും യൂസ് ചെയ്തിട്ട് എനിക്കിതുവരെ മോശമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനെല്ലാം ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ആദ്യം ഞാൻ കാണിക്കുന്നത് ഈ ഒരു കടായിയാണ് കേട്ടോ. 28 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ഇതിൻ്റെ വീതി വരുന്നത്. അതുപോലെ തന്നെ 3.8 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിൽ നമുക്ക് നെയ്ച്ചോറ് ബിരിയാണി ഉണ്ടാക്കാം, കറി ഉണ്ടാക്കാം. ഇൻഷാല്ലാ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിക്ക്. അതുപോലെ തന്നെ അടിപൊളി ക്വാളിറ്റിയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിന് 2 സൈഡിലായിട്ട് 2 ഹാൻഡിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് ലിഡും വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കാണിക്കുന്നത് ഗ്രിൽ പാനാണ്. ഇത് ഞാനൊന്ന് വാങ്ങണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ വലിയ പീസ് എൻ്റെ കയ്യിലുണ്ട്, ചെറുതില്ല. അപ്പം വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. ഇതും നല്ല അടിപൊളി തന്നെയാണ്. ഇത് വേറൊരു ടൈപ്പിലുള്ള പാനാണ്. ഇതിനും ലിഡ് വരുന്നുണ്ട് കേട്ടോ. ഗ്ലാസ് ലിഡ് തന്നെയാണ് വരുന്നത്. ഇതൊരു സോസ് പാനാണ് വരുന്നത്. കുറച്ച് ചെറിയ സൈസായിട്ടുള്ളത്. നമുക്ക് കേക്ക് ഉണ്ടാക്കാം, ചായ കോഫി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് വരുന്നതിലെ ഒരു കാസറോളാണ്. ഇതിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ കറികൾ ഉണ്ടാക്കുക. കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ കറികളെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിനും വുഡൻ ഗ്ലാസ് ലിഡ് തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കി കാണിക്കാം. ഒട്ടും അടിയിലൊന്നും പിടിക്കാത്ത ഒരു ടൈപ്പ് കുക്ക് വെയർ സെറ്റാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന്. ഞാനിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഏത് ഓയിലായാലും പ്രശ്നമില്ല. ഞാനിപ്പം ഗീയാന്ന് ഒഴിച്ച് കൊടുത്തത്. ഇനിയിപ്പം ഉള്ളി ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ റൈസും കൂടി ചേർത്ത് കൊടുക്കലാണ്. 1 ഗ്ലാസ് ആയിരിക്കും 1.5 ഗ്ലാസ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കണ്ടേ. വെള്ളം തിളച്ച് വന്ന ശേഷം മാത്രം റൈസ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ബബിൾസ് വന്നിട്ട് വെള്ളം വറ്റിയ ടൈമിലേ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നെയ്ച്ചോറ് റെഡി ആവും കേട്ടോ. ഇടയിലൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ട് കേട്ടോ. ഒട്ടും അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പം ഈ ഒരു ഗാരോൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്തായാലും വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റും. നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനും കറികൾ ഉണ്ടാക്കാനും ഫുഡ് ഐറ്റംസ് എല്ലാം ഗ്രില്ല് ചെയ്യാനും എല്ലാം യൂസ് ആക്കാൻ പറ്റിയ ഒരുപാട് ടൈപ്പ് പാൻ അവരുടെ കയ്യിലുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്തോ. ഇങ്ങനത്തെ പാത്രങ്ങൾ അധികം എന്നോട് ചോദിക്കലുണ്ട്. അപ്പം ചോദിച്ചവർ ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ നെയ്ച്ചോറും ബീഫ് കറിയും ആണ് ഉച്ചക്കേക്ക് ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് പുറത്തേക്ക് പോലാന്ന്. വീട്ടിലെല്ലാ സാധനങ്ങളും തീർന്നിട്ടുണ്ട്. നാട്ടിലേക്ക് വന്നിട്ട് കാര്യമായിട്ട് ഗ്രോസറി ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പം ഇന്ന് എല്ലാ ഐറ്റംസും വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. നാളെ കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങലായി. അപ്പം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ഐറ്റംസും വാങ്ങി വെച്ചിട്ടില്ലെങ്കിലേ എന്താ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ഓരോന്ന് ഉണ്ടാവില്ല. അപ്പം എല്ലാം ഒന്ന് എന്താ പറയുക സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഷോപ്പിലേക്ക് പോയതാണ്. പിന്നില്ലേ ഇപ്രാവശ്യം രാവിലെ പാല് എന്താ പറയുക പോയോണ്ട് തന്നെ എല്ലാത്തിൻ്റെ ഡേറ്റ് നോക്കിയിട്ട് എടുക്കല. എന്നോട് ഉമ്മ എപ്പം പറയൂ ഡേറ്റ് നോക്കണം എടുക്കുമ്പോൾ. ഞാനധികം നോക്കലില്ല മടി വിചാരിച്ചിട്ട്. ഇന്നിപ്പോൾ എല്ലാത്തിൻ്റെയും ഡേറ്റ് നോക്കലാണ്. പിന്നെ എന്നോട് ഏത് സാൾട്ടാണ് യൂസ് ചെയ്യലെന്ന് ചോദിക്കലില്ലേ. ഈ ഒരു പിങ്ക് സാൾട്ടാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ആ ഒരു കല്ലുപ്പ് എന്ന് പറയുന്ന സംഭവമില്ലേ അതും വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ
ഇതാ പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഉച്ചക്കേക്കുള്ള എന്താ പറയുക, ഉച്ചക്ക് ഉണ്ടാക്കിയ നെയ്ച്ചോറും രാവിലത്തെ പത്തിലും എല്ലാം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് രാത്രി കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട, കറിയുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതെല്ലാം ഒന്ന് ഒരുക്കി വെക്കലാണ്. കുറച്ച് മട്ടന് വാങ്ങിയിട്ടുണ്ടായിന്, അത് ആദ്യം തന്നെ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ച് കൊടുക്കലാണ്. ഇങ്ങനെ പാലുൽപ്പന്നങ്ങളും കാര്യങ്ങളെല്ലാം വേഗത്തിൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കലാണ്. പിന്നിൽ ഈച്ച എന്തെങ്കിലും കൊണ്ടുവന്നാൽ ഭയങ്കര ഈച്ചയെന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ ഈച്ചന എന്താ പറയുക നമ്മൾ പായിച്ചെന്നാ അറിയല് ഓടിക്കലിന് ഈച്ചനെ പായിച്ചിട്ട് തന്നെ ഒരു വകയാവും. അതുകൊണ്ട് ഞാനിപ്പം വിചാരിച്ചു അവിടെ നിൽക്കട്ടെന്ന്. മഴയായാൽ ഭയങ്കര ഈച്ചയല്ലേ. ഈ പുറത്തുനിന്ന് സാധനങ്ങൾ കൊണ്ടുവന്നാലേ ഇല്ലു വെറുതെ അങ്ങനെ കിച്ചണിൽ അങ്ങനെ ഈച്ച ഉണ്ടാവലില്ല. നമ്മൾ ഇപ്പം പുറത്തുനിന്ന് എന്തെങ്കിലും സാധനങ്ങളെല്ലാം കൊണ്ടുവന്നാൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഈച്ച ഉണ്ടാവും. പിന്നെന്താ എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കലാണ്. ഞാൻ കുറച്ച് എന്താ പറയുക ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി വെച്ചിട്ടുണ്ട്. പെട്ടെന്നെല്ലാം നമുക്ക് എന്തെങ്കിലും എളുപ്പത്തിൽ ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം തന്നെ വാങ്ങി വെക്കലുണ്ട്. കുട്ടികൾ സ്കൂളിൽ പോകുന്ന സ്കൂളിലുള്ള ടൈമാണ് കേട്ടോ ഞാൻ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കൽ. പിന്നെന്താ തുടക്കാനുള്ള ഐറ്റംസും കാര്യങ്ങളും ഹാർപ്പിക്ക്, പ്രില്ല്, സർഫ് അങ്ങനെ എല്ലാം എടുത്തിട്ടുണ്ട്. എനിക്കില്ലേ സർഫ് എക്സൽ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ സർഫ് എക്സലാണ് എന്നിട്ട് എടുത്തിട്ടുള്ളത്. മൻഹ പറഞ്ഞ് ഏരിയയിലാന്ന് വേണ്ടിയെന്ന് പറഞ്ഞിട്ട് ഏരിയയിൽ ഉള്ളെടുത്തിട്ടുണ്ട്. ഓക്കെ അതാ ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെന്താ പിന്നെ ഇങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങെല്ലാം കാണിക്കണമെന്ന് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതെല്ലാം വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് പണി ഉള്ളതാണ്. കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ എടുത്തു വെക്കുന്ന കാര്യങ്ങളല്ലേ. ഇതിപ്പം വീഡിയോ എടുക്കാമെന്ന് പറയുമ്പം കുറച്ച് പണിയാണ്, എന്നാലും നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടായതുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് കോണ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ പിങ്ക് സാൾട്ട്, ബാത്റൂം ടിഷ്യൂ, ടോയ്ലറ്റ് ടിഷ്യൂ ഇല്ലേ അത്, ഓട്സെല്ലാം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. പെട്ടെന്ന് കുട്ടികൾക്ക് പാലിൽ ഓട്സെല്ലാക്കി കൊടുത്തതിനാൽ അഥവാ നമ്മൾ താമസിച്ച് എണീക്കെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നല്ല വയറെല്ലാം ഫില്ലാവുന്ന ഒരു ഐറ്റം അല്ലേ ഓട്സ് എന്നെല്ലാം പറയുമ്പം. അങ്ങനെ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കലാണ്. എന്നിട്ട് എന്താ പറയുക, ഈ വെളുത്തുള്ളിയിലെ നെസ്റ്റോല് മാത്രമേ തോന്നുന്നു ഈ വെളുത്തുള്ളി കിട്ടലിലും. എനിക്ക് ഈ വലിയ വെളുത്തുള്ളി ഭയങ്കര ഈസി ആയിട്ടില്ലേ തോന്നല്, ചെറുതാകുമ്പോൾ കുറേ ടൈം തൊലിക്കണ്ടേ. പിന്നെ ഈ ഒരു ഉപ്പ് ആദ്യം എന്നോട് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിനി ഉപ്പിൽ മുളക് വരങ്ങിയതാണെന്നാണ് വിചാരിച്ചിനി. പിന്നെ അത് മനസ്സിലായ പിങ്ക് സാൾട്ടാണെന്ന്. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, വേറെ കുറേ ബ്രാൻഡ് ഉണ്ട് ഇതിൻ്റെ തന്നെ. ഞാനങ്ങനെ നോക്കലൊന്നുമില്ല, ഏതെങ്കിലും എന്താ പറയുക ആടെന്തില്ലേ അതെടുത്തിട്ട് വരും അങ്ങനെ. പിന്നെന്താ ഇനിയിപ്പം മല്ലിയിലും കറിവേപ്പിലും എല്ലാം ബോക്സിലാക്കി വെക്കലാണ്. മുട്ട ഒന്ന് സെറ്റാക്കി വെക്കണം. മുട്ട ഉണ്ടാകുന്നാൽ അധികം 2-3 എണ്ണം അങ്ങനെ പൊട്ടിപ്പോവും. ആദ്യം ഓർമ്മ ഉണ്ടാവേ മുട്ട ഉണ്ട് വണ്ടിയിൽ നിന്ന്, കവറിൽ മുട്ട ഉണ്ട് എന്ന് ചിന്തിക്കൂ. പിന്നെ അത് വീട്ടിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്ന ടൈമിൽ ഓർമ്മ മറന്നു പോകും, അന്നേരം അത് പൊട്ടും. അങ്ങനെ 2-3 മുട്ട അങ്ങനെ പൊട്ടിയിട്ടുണ്ട്. പിന്നെന്താ ഇനിയിപ്പം മുട്ടയും കാര്യങ്ങളും എല്ലാം ഫ്രിഡ്ജ് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിന് മുമ്പേ ഞാൻ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കലുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ പഴയ സാധനങ്ങളും കുറച്ച് കറികൾ ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെയെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കൂലേ, അതും പുതിയ സാധനങ്ങൾ എല്ലാം ആകുമ്പം ഫ്രിഡ്ജ് വേഗം മോശമാവും, എന്താ പറയുക വൃത്തികേടാവും. അതുകൊണ്ട് ഞാൻ ഗ്രോസറി ഷോപ്പിംഗ് എന്താ പറയുക ഈ ഒരു ഷോപ്പിംഗ് ചെയ്യുന്നതിന് മുമ്പേ ഫ്രിഡ്ജെല്ലാം ഒന്ന് ക്ലീനാക്കി, കിച്ചണെല്ലാം ഒന്ന് ക്ലീനാക്കി എല്ലാം ഒന്ന് ക്ലീനാക്കിയിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോവുക. എന്നാലേ നമുക്ക് എടുത്ത് വെക്കല്ലേ വേണ്ടി, വലിയ പണിയായിട്ടൊന്നും തോന്നില്ല. ഇനിയിപ്പോൾ കറിവേപ്പിലേൻ്റെ ആ ഒരു തണ്ടും കാര്യങ്ങളെല്ലാം കളഞ്ഞ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട്, ഇതെല്ലാം ഞാൻ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും കുറേ പുതിയ ആൾക്കാരില്ലേ അവർക്ക് വേണ്ടി കാണിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനത്തെ എല്ലാം കാര്യങ്ങൾ കാണാൻ ഇഷ്ടമെന്ന് പറയുന്നതുകൊണ്ട് വീണ്ടും കാണിക്കുന്നതാണ് കേട്ടോ. പിന്നെ മാക്സിൻ്റെ കാര്യം കുറേ ആൾക്കാർ വീണ്ടും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, അതിന് മാക്സി വേണമെന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ മാക്സി മൊത്തത്തിൽ തീർന്നിട്ടുണ്ട്, ഇനി ആരും കോണ്ടാക്ട് ചെയ്യേണ്ട. 1 മാസം എടുക്കും. പുതിയ മാക്സി ഉമ്മ വാങ്ങാൻ പോയിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. 1 മാസം എടുക്കും മാക്സി വരാൻ വേണ്ടിക്ക്. ഇൻഷാ അല്ലാ അന്നേരം ഞാൻ നിങ്ങളോട് പറയാട്ടോ. പുതിയ ഒരുപാട് നല്ല നല്ല കളക്ഷൻ വരുന്നുണ്ട്. ഇപ്പോഴത്തേതെല്ലാം തീർന്നു പോയി, പെട്ടെന്ന് തന്നെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാ കൊടുത്തിട്ട് കിട്ടിയ ആൾക്കാരെല്ലാം മാഷാ അല്ലാ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. നല്ല മാക്സിൻ്റെ തുണിയാണ്, അടിപൊളിയാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അത് കേട്ടവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിന്. എന്നും വേണമെന്നെല്ലാം പറഞ്ഞ ആൾക്കാരുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ മാക്സി വന്നു കഴിഞ്ഞാൽ പറയാം കേട്ടോ. ഇതിപ്പം അവിടെ നിന്ന് ആക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പം
പെട്ടെന്ന് എത്തൂലല്ലോ. 5 ദിവസം കൊണ്ട് 6 ദിവസം കൊണ്ടെല്ലാം എത്തും. പക്ഷേ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഒരു 20,000 രൂപയെല്ലാം ആവും മാക്സി ഇങ്ങോട്ടേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പം ഒരു 30 ദിവസമെല്ലാം ആകുമ്പോൾ ഒരു 10,000 12,000 രൂപ മാത്രമേ വേണ്ടൂ. അങ്ങനെ അപ്പം അങ്ങനെ എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് മെല്ലെ മതിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എത്തിക്കുന്നതാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിൻ്റെ ഒത്ത് കുറച്ചും കൂടി റേറ്റ് കൂട്ടേണ്ടി വരും. അങ്ങനെ കൂട്ടണ്ടെന്ന് വിചാരിച്ചുകൊണ്ടാണ് മെല്ലെ എത്തിയാൽ മതി എന്ന് വിചാരിക്കുന്നത്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. കുറേ ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിന് സോറി ഏട്ടാ, റിപ്ലൈ തരാൻ ഇപ്പം കുറച്ച് തിരക്കിലാണ്. കുട്ടികളെ സ്കൂളെല്ലാം തുറക്കുന്ന എല്ലാ ഉമ്മമാരും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ മെസ്സേജിന് റിപ്ലൈ തരാത്ത. ആർക്കെങ്കിലും തന്നിട്ടില്ലെങ്കിൽ അഹങ്കാരമൊന്നും ചാടേന്നൊന്നും വിചാരിക്കേണ്ട. സോറി. ഇൻഷാല്ല എല്ലാ മെസ്സേജിനും ഞാൻ റിപ്ലൈ തരും ഇൻഷാല്ല. ഇനിയിപ്പോൾ ഇതാ മുഹമ്മദിൻ്റെ പൊതിയിട്ട് കൊടുക്കലാണ്. മൈസാൻ്റെയും മൻഹാൻ്റെയും അവരെന്നെ ഇടും. മുഹമ്മദിൻ്റെത് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കലാണ്. അവരെ പൊതിയില്ലേ, അവരെ സ്കൂളിൻ്റെ പേരെഴുതും. ഈ ഒരു പൊതി മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പം അത് അങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. എനിക്ക് പൊതി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബുക്കിന് എന്താണെന്നറിയില്ല, ഭയങ്കര ഇഷ്ടം. എന്തോ ഒരു സന്തോഷം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു ടൈം ഓർമ്മ വരും. എന്താ പറയുക, സ്കൂൾ തുറക്കാനായി മഴക്കാലവും എന്താ പറയുക, നമ്മളെ ബുക്കിന് പൊതിയിടലും കാര്യങ്ങളെല്ലാം ആയിട്ട് ഭയങ്കര സന്തോഷമല്ലേ. പുതിയ കുട വാങ്ങുക, ബാഗ്, അങ്ങനെയെല്ലാം ആയിട്ട് സ്കൂളിൽ പോകാനുള്ള ഒരു സന്തോഷവും മഴ, നല്ല മഴത്ത് കുട പിടിച്ചിട്ട് സ്കൂളിൽ പോകുന്നതും നല്ല തണുപ്പും എല്ലാമായിട്ട് ആ ഒരു ഫീൽ എനിക്ക് ഓർമ്മ വരും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതിയിടാൻ വേണ്ടിക്ക്. മൈസാൻ്റെയും മൻഹാൻ്റെയും ഓരെന്നെ ഇടുന്നതുകൊണ്ട് പിന്നെ എനിക്ക് പ്രശ്നമില്ല. ഇവരത് മുഹമ്മദിൻ്റെത് ഞാൻ തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. ഓരതും ഞാൻ തന്നെ ഇടാമെന്ന് പറയലുണ്ട്. പക്ഷേ ഓരെന്നെ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ എല്ലാം പൊതിനെടുക്കലാണ്. എൻ്റെ ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ് കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് രാത്രി മോനെല്ലാം കാർട്ടൂൺ കാണുന്നുണ്ട്. ആ ഒരു ടൈമാണ് ഞാനിങ്ങനെ പൊതിയിടുന്നത്, പുസ്തകത്തിനെല്ലാം പൊതിയിടുന്നത്. പിന്നെ കുട്ടികൾക്ക് വാങ്ങിയ ടിഫിൻ ബോക്സും കാര്യങ്ങളും എല്ലാം കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണമെന്ന് പറഞ്ഞവരും ഉണ്ട്. ഇൻഷാല്ല ടിഫിൻ ബോക്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ എൻ്റെ മക്കൾക്ക് വാങ്ങിയ ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും എല്ലാം ഇൻഷാല്ല അടുത്ത വ്ളോഗിൽ ഞാൻ കാണിക്കട്ടെ. കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു വീഡിയോ ഉണ്ടാവില്ലേ, ആ ഒരു വീഡിയോയിൽ ഇൻഷാല്ല ഞാൻ കാണിക്കാം. ഈ ഒരു വീഡിയോയിൽ എല്ലാം കൂടി കാണിക്കുമ്പോൾ വീഡിയോ കൂടുതൽ ലെങ്ത് ആയിപ്പോവും. അന്നേരം എനിക്കിത് എഡിറ്റ് ചെയ്യാനും പണിയാണ്, അപ്ലോഡ് ചെയ്യാനും പണിയാണ്. അതുകൊണ്ടാണ് മാക്സിമം ഒരു 30 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഈസി ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കഴിയുക. ഇല്ലാന്നുണ്ടെങ്കിലില്ല, അപ്ലോഡിങ്ങിൻ്റെ ടൈമെല്ലാം കുറേ ആയിപ്പോവും. ഇന്ന് ഇൻഷാല്ല ഒരു 2:30 വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ കുറേ ആയില്ലേ ഞാൻ 5:30 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ടൈമൊന്നും എന്താ പറയുക ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം 2-3 ദിവസമായി ഞാൻ വീഡിയോ ചെയ്യാത്തതും. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുമ്പേ പഴയ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. കുറേ ആൾക്കാർ ആ വീഡിയോ എന്താ പ്രൈവറ്റ് ആക്കിയെന്ന് വെച്ചിട്ടുണ്ടായിന്. കുറേ ആൾക്കാർ കണ്ട് ഇഷ്ടമായിന്. റോസിൻ്റെ കെയറിങ് എല്ലാം പറയുമെന്നും ചോദിച്ചിട്ടുണ്ടായിന്. ഞാൻ പിന്നെ പഴയ വീഡിയോ ആയതുകൊണ്ട് അതങ്ങനെ പ്രൈവറ്റ് ആക്കിയതാണ്. പഴയ വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇടാൻ വേണ്ടിക്ക്. പിന്നെ കുറേ ആൾക്കാർ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പഴയ വീഡിയോ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. പിന്നെന്താ, കഴിഞ്ഞ റെസിപ്പി വീഡിയോക്കെല്ലാം നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. 4 ഈസി ടിഫിൻ ബോക്സ് റെസിപ്പീസ് കാണിച്ചിട്ടുണ്ടായിന്. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കാം, എന്നിട്ട് പറയാം ഭയങ്കര ഹാപ്പിയാണ്, യൂസ്ഫുൾ ആണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. ഞാൻ കമൻറ്റിന് റീപ്ലൈ തന്നിട്ടില്ലെങ്കിലും എൻ്റെ വീഡിയോസിന് എപ്പോഴും കമൻസ് തരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സത്യം പറഞ്ഞാലില്ലേ, കമൻസിന് റീപ്ലൈ തരാത്ത എനിക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നമെല്ലാം ഉണ്ട്. എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. കുറേ സമയം ഞാനിങ്ങനെ മൊബൈൽ തന്നെ പിടിച്ചിട്ട് നിൽക്കുമ്പം കഴുത്തിൻ്റെ അല്ലേ അതിന് ഭയങ്കര വേദന വരും. അപ്പോൾ എഡിറ്റിങ്, വോയിസ് ഓവർ കൊടുക്കൽ, പിന്നെ വീഡിയോ എടുക്കൽ, പിന്നെ വീട്ടിലെ പണികളും കാര്യങ്ങളും എല്ലാം ആകുമ്പം മൊത്തത്തിൽ ടയർഡായിപ്പോവും. അതുകൊണ്ടാണ് കമൻസിന് ഞാൻ റിപ്ലൈ തരാത്ത. എല്ലാ കമൻസും ഞാൻ വായിക്കലുണ്ട്. കുറേ സമയം കയ്യിൽ മൊബൈൽ തന്നെ പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ സൈഡായിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ, സോറി. എല്ലാവരും കമൻറ്റ് കാണലുണ്ട്. എല്ലാവരുടെ കമൻസിനും എന്താ പറയുക, കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കുറേ ആൾക്കാർ വീഡിയോ കാണലുണ്ട്, ഇതുവരെ മാക്സിൻ്റെ മെസ്സേജിന് റീപ്ലൈ തന്നിട്ടില്ല എന്ന് പറഞ്ഞവരുണ്ട്. അറിഞ്ഞുകൊണ്ട് തരത്തില്ല. കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോഴേ ആദ്യം അയച്ചവരെ മെസ്സേജ് എല്ലാം തല്ലിപ്പോയിട്ടിരിക്കും. അന്നേരം കുറേ ആകുമ്പോൾ നമുക്ക് നോക്കാൻ ടൈം കിട്ടൂല. അതുകൊണ്ടാണ് ഇൻഷാല്ല അടുത്ത പ്രാവശ്യം മാക്സി വന്നു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ തന്നെ കാണിക്കാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പെട്ടെന്ന് വേണ്ടവരങ്ങനെ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ.
പുതിയ മോഡൽ സ്ലീവ് തന്നെയാണ് ഞാൻ കൂടുതൽ എടുത്തിട്ടുള്ളത്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഒരു സ്ലീവ് ഇട്ടിട്ട് കാണാൻ വേണ്ടിക്ക് ഫുൾ സ്ലീവ് വേണ്ടവർക്ക് ഫുൾ സ്ലീവ് ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം ലേറ്റസ്റ്റ് മോഡലാണ്. പിന്നെ മാക്സിൻ്റെ റേറ്റ് ചോദിച്ചവരുണ്ട്. മാക്സിക്ക് പല റേറ്റിലുണ്ട് കേട്ടോ. ഗൾഫിൽ ദുബൈയിൽ മാക്സി 700 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. 1800 വരെ രൂപൻ്റെ മാക്സി ഉണ്ട്. 700 എന്നെല്ലാം പറയുമ്പം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് നല്ല കുറഞ്ഞ ക്വാളിറ്റി ഉള്ളതുണ്ട്. പെട്ടെന്ന് അലക്കിയാൽ ചുരുങ്ങുന്ന ടൈപ്പ് ഉണ്ട്. പിന്നില്ലേ ഈ പ്രാവശ്യം അധികം ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ സൈസിനെക്കാട്ടി കുറച്ച് കൂടുതൽ സൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിന്. എന്നിട്ട് ഞാൻ അവരോട് കറക്റ്റ് സൈസ് ചോദിക്കാന്ന് കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. കാര്യം ആദ്യം അവർ മാക്സി വാങ്ങിയിട്ട് എവിടെ നിന്നെല്ലാം മാക്സി വാങ്ങിയിട്ട് ചുരുങ്ങിപ്പോയിട്ടുണ്ടായിന്. അതുകൊണ്ട് എക്സ്ട്രാ സൈസ് കൂട്ടിയിട്ട് വാങ്ങാനാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ചുരുങ്ങുന്ന ടൈപ്പ് മാക്സി അല്ല. ഞാനിപ്പം കൊണ്ടുവന്നതൊന്നും ചുരുങ്ങുന്നതല്ല, നല്ല ക്വാളിറ്റിയുള്ള മാക്സിയാണ്. ചുരുങ്ങുന്ന ടൈപ്പും ഉണ്ട്, റേറ്റ് കുറഞ്ഞതും ഉണ്ട്, റേറ്റ് കൂടിയതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ചുരുങ്ങുന്നതും കുറച്ച് നാൾ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം തട്ടുമ്പം കീറിപ്പോകുന്ന ടൈപ്പെല്ലാം ഉണ്ട് മാക്സി. പക്ഷേ ഞാനിപ്പം കൊണ്ടുവന്നത് അങ്ങനെ ചുരുങ്ങുന്നതും കീറിപ്പോകുന്ന ടൈപ്പൊന്നുമല്ല. ഞാനെല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ സൈസ് ഏതാണോ ആ ഒരു സൈസ് മാത്രം പറഞ്ഞാൽ മതി. ഒരു സൈസ് കൂട്ടിയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറേ ആൾക്കാർ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിന്. ഇപ്പം മീഡിയം മതി ആൾക്ക്, പക്ഷേ ആൾ പറഞ്ഞത് ലാർജ് വേണം, എക്സിൽ വേണമെന്നല്ലോ എന്ന്. അതുകൊണ്ട് തന്നെ ലാർജും എക്സലും പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചിന്തിച്ചത് എന്താണ് എല്ലാവർക്കും ലാർജ് എക്സലും. പിന്നെ ഞാൻ ചോദിക്കാൻ തുടങ്ങി എന്താണ് ലാർജ് എക്സലും എന്ന് പറയുന്നത്. എനിക്ക് മീഡിയം മതി, പക്ഷേ ഒരു സൈസ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൾഫിലെ മാക്സി ചുരുങ്ങിപ്പോകില്ലെന്ന്. അങ്ങനെ ചുരുങ്ങിപ്പോകുന്ന മാക്സി ഉണ്ട്. കുറേ ഷോപ്പിൽ അങ്ങനത്തെ മാക്സി ഉണ്ട്. പക്ഷേ ഇത് ഞാൻ ചുരുങ്ങിപ്പോകാത്ത ടൈപ്പാണ് കേട്ടോ. വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റുകയും ചെയ്യാം കേട്ടോ. അതിലൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് ഒരു 30 ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയ കുറേ കളക്ഷൻസ് വരുന്നുണ്ട്. എല്ലാം അടിപൊളി സെലക്ഷനാണ്. അങ്ങനെ നോക്കിയിട്ട് ഞാനങ്ങനെ വീഡിയോയിൽ നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ആക്കിയിട്ട് ഉപ്പയും ഉമ്മയും പോയിട്ട് നോക്കിയിട്ട് അങ്ങനെ അയക്കുന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഉപ്പയും തന്നെയാണ് അധികം എനിക്ക് മാക്സി കൊണ്ടുവരുത്ത്. പിന്നെ ടിഫിൻ ബോക്സ് വേണമെന്ന് പറഞ്ഞവർക്ക് ടിഫിൻ ബോക്സും ഓയിൽ ജാറും പിന്നെ ഗ്ലാസ് പോട്ടും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എത്തിയാൽ പറയാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മുഹമ്മദിൻ്റെ ഫോട്ടോ വരുന്ന നെയിം സ്ലിപ്പ് തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം ആക്കിയിട്ടുണ്ടായിന്. നമ്മൾ സ്റ്റിക്കർ എന്നാണ് പറയൽ. അപ്പം ഓൻ്റെ ഫോട്ടോ വരുന്ന സ്റ്റിക്കർ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കലാണ്. പേരെല്ലാം അതിൽ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിന്. അതുകൊണ്ട് പേരൊന്നും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനൊക്കെയും കൂടിയിട്ട് അങ്ങനെ അതെല്ലാം ചെയ്തെടുക്കലാണ്. രാത്രി അധികം ഇങ്ങനത്തെ പണികളും പിന്നെ മാക്സിൻ്റെ ഓർഡർ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യലാണ്. മാക്സി അങ്ങനെ ഓർഡർ അങ്ങനെ എന്താ പറയുക പാക്ക് ചെയ്യലും കാര്യങ്ങളെല്ലാം നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ നല്ല പണിയുള്ള കാര്യമൊന്നും ഓരോരാൾക്ക് ഓരോന്ന് അയച്ചു കൊടുത്ത് അത് അവർ സെലക്ട് ചെയ്യുന്നതും കാര്യങ്ങളും അങ്ങനെ കുറേ മെസ്സേജെല്ലാം വരുമ്പം അതും കുറച്ച് പണിയുണ്ട്. പക്ഷേ ഇൻഷാ അല്ലാഹ് ഞാൻ ആദ്യം വീഡിയോയിൽ കാണിക്കണേനു. പിന്നെ ആ കാണിക്കേണ്ട സെറ്റപ്പും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അതെല്ലാം സെറ്റാക്കിയിട്ട് അടിപൊളിയായിട്ട് തന്നെ വീഡിയോയിൽ മാക്സി കാണിക്കാം. അന്നേരം നിങ്ങൾ എന്താ പറയുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. എന്നാൽ കുറച്ചും കൂടി എനിക്ക് ഈസിയാവും, നിങ്ങൾക്കും ഈസിയാവും. ഇതിപ്പോൾ ഞാൻ ഓരോ മാക്സി നിവർത്തിയിട്ട് ഫോട്ടോ എടുത്ത് അങ്ങനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ പൊതിയിടലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം ആ ഒരു ടേബിളൊന്ന് ക്ലീൻ ആക്കലാണ്. അന്നേരം എല്ലാ കാര്യങ്ങൾ അന്നേരം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിലത്തൊന്നും ആവില്ല കേട്ടോ. അധികം പൊതിയിലിട്ട് കഴിഞ്ഞാൽ നിലത്ത് മൊത്തത്തിൽ അടിച്ചു വരേണ്ട പണിയാവില്ലേ. അങ്ങനെ ചെയ്യണ്ട. അന്നേരമുള്ള കടലാസും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത കടലാസും കാര്യങ്ങളിലില്ലേ അന്നേരം തന്നെ വേസ്റ്റ് ബിന്നിൽ എന്താ പറയുക കച്ചറയിൽ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി സെറ്റാക്കി വെക്കലാണ്. പിന്നെ മുഹമ്മദിന് ഞാൻ 2 ബാഗ് അങ്ങനെ നോക്കി വാങ്ങിയിട്ടുണ്ടായിന്. ഒരു ബ്ലൂ ബാഗ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടില്ല, ഒന്ന് ബ്ലാക്കും. ബ്ലൂ കുറച്ച് വലുതായതുകൊണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം എടുക്കാമെന്ന് വിചാരിച്ചിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. പിന്നെ ഈ ബ്ലാക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. മൈസാക്കും മൻഹാക്കും മുഹമ്മദിനും ബ്ലാക്ക് തന്നെയാണ് നോക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് മൈസാൻ്റെയും മൻഹാൻ്റെയും ബാഗ് ഞാൻ അടുത്ത വ്ളോഗിൽ കാണിക്കാം കേട്ടോ. ഇതിപ്പം മുഹമ്മദിൻ്റെത് മാത്രം ഇവിടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ അവൻ്റെ ബോക്സിനും ഒന്ന് പേരെല്ലാം എഴുതി കൊടുക്കലാണ്. ഇതെല്ലാം ആദ്യം നമ്മൾ ചെയ്യുന്നതേ ഉണ്ടാവും. പിന്നെ എപ്പോഴും കാണാണ്ടാവലും എൻ്റെ മൈസാൻ്റെ അമ്മറ്റം കൂടെയാണ് കേട്ടോ ആദ്യം കാണാണ്ടാൽ എങ്ങനെയാലും കാണാണ്ടാവും. എന്നിട്ടിപ്പോൾ ഇതാ ഒന്ന് പേരെല്ലാം ഒന്ന് എഴുതി വെക്കലാണ്.
പിന്നെന്താ ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നേരത്തെ തന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കും ഇനി മുതൽ അങ്ങോട്ട്. ഇതിപ്പം ലീവെല്ലാം ആയതുകൊണ്ട് എല്ലാം അലങ്കോലം തന്നെയാണ്. ഇനിയിപ്പോൾ 9 മണിക്ക് തന്നെ കിടക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റും ലൈക്കും കാണുമ്പം ഭയങ്കര ഹാപ്പിയാണ്, കൂടുതൽ വീഡിയോസ് ചെയ്യാൻ തോന്നും. അപ്പം എന്തായാലും ഒരു സ്മൈലെങ്കിലും കമൻറ്റായിട്ട് ഇടണം കേട്ടോ. പിന്നെന്താ അടുത്ത നല്ല നല്ല റെസിപ്പീസും വ്ളോഗ്സും എല്ലാമായിട്ട് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് വീഡിയോസ് എല്ലാമായിട്ട് കാണാം. ഇഷ്ടമായെങ്കിൽ എന്താ പറയുക ആർക്കെങ്കിലും ആയിട്ട് ഷെയറും ചെയ്യണം കേട്ടോ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. ബൈ.